സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിട്ടുള്ള ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഞാനും ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ഈത്തപ്പഴം, ഒരു 8-10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. കുരു കളഞ്ഞിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ, ഒന്ന് നല്ല ചൂടുള്ള വെള്ളത്തിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുതിർത്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരോ അല്ലെങ്കിൽ വാളൻപുളി വേണമെന്നുണ്ടെങ്കിൽ കുരുവില്ലാതെ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നമുക്ക് എത്രത്തോളമാണോ പുളി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പുളിയും എരിവും മധുരവും ഒക്കെ ഉള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു നാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിക്ക് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈത്തപ്പഴം അരച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് തിക്കായിട്ട് വരുമല്ലോ, അപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് വേണം നമുക്ക്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ഒരു മിക്സ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇതുപോലുള്ള നുറുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ നുറുക്കാണ് വേണ്ടത്. വലിയ നുറുക്കാകുമ്പോൾ നമുക്കത് മിക്സ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇതിനേക്കാളും ചെറിയ നുറുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ നല്ലത്. ഇതൊരു മീഡിയം സൈസിലുള്ള നുറുക്കാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതിനേക്കാളും കൂടുതൽ എളുപ്പം കൈ വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാസർഗോഡ് സ്പെഷ്യൽ മസാല ചക്ലി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇത് നമ്മൾ എത്രയാണോ കഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുക കേട്ടോ. കാരണം ഇതിലിങ്ങനെ കിടന്നാൽ കുതിർന്നു പോകും. കുതിർന്നാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. ആ ഒരു ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അതുപോലെ തന്നെ എരിവും പുളിയും ഉപ്പും ഒക്കെ നല്ല കറക്റ്റായിട്ട് വരണം. ഏതും കൂടാനോ കുറയാനോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോഴും ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ആ ഒരു കറക്റ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഫ്ലേവറിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലിങ്ങനെ ഇട്ട് വെക്കരുത്, ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുക. അല്ലെങ്കിൽ കുതിർന്ന് കഴിഞ്ഞാലും ടേസ്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്